പെണ്ണിന് നേരെയാണോ എന്നാ പുരുഷൻ മോശമാണ് എന്നുള്ളൊരു സാധനം വരെയാണ്. പെണ്ണ് കേസ് എന്ന് പറയുന്നത് അത്ര വലിയ നല്ലൊരു കാര്യമല്ല. ആണിനെ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഇല്ല എന്ന് പറയാൻ പറ്റുമോ? ഒരു കുട്ടിക്ക് അബ്യൂസ് നടക്കുമ്പം ആൾക്കാർ ചോദ്യം ചെയ്യും, ഇത് ഒറിജിനൽ ആണോ, ഇങ്ങനെയൊക്കെ നടന്നിട്ടുണ്ടോ എന്ന് ഡൗട്ട് വരും. അവിടെ നിങ്ങൾക്ക് ഹേർട്ടായിട്ട് കാര്യമില്ല. ഈയിടെയായിട്ട് ലോകത്ത് നടക്കുന്ന പല കേസസും, അല്ലെങ്കിൽ ഇപ്പം നമുക്ക് കേരളത്തിൽ നിന്ന് തന്നെ നോക്കാം, ഒരുപാട് കേസുകൾ നോക്കുമ്പോഴും പുരുഷന്മാർ ഫേക്ക് അലിഗേഷൻസിന് ഇരയാവുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇപ്പം രാഹുൽ ഈശ്വറിന്റെ കേസ് ആയാലും ഇപ്പൊ പുള്ളി പറയുന്നുണ്ട്, അതായത് ഒരു പുരുഷ കമ്മീഷൻ പുരുഷന്മാർക്ക് ആവശ്യമാണ് എന്നുള്ള രീതിയിലുള്ള ഒരു കാര്യം ഉന്നയിച്ചിരുന്നു. അപ്പൊ അതിലെന്താണ്? അത് വ്യക്തിപരമായിട്ട് ഞാൻ ശരിക്കും അതിന് യോജിക്കുന്നുണ്ട്. പലപ്പോഴും പല രീതിയിലുള്ള സംസാരങ്ങൾ രാഹുൽ ഈശ്വറിന്റെ ഭാഗത്തുനിന്ന് വന്നാലും ഇപ്പോൾ ഇരയെ പറ്റിയിട്ടൊക്കെ പല രീതിയിലും മോശമായിട്ടുള്ള കാര്യങ്ങളൊക്കെ രാഹുൽ ഈശ്വറിന്റെ സൈഡിൽ നിന്ന് വന്നിട്ടുണ്ട്. എന്നാൽ പോലും ആള് പറഞ്ഞ ആ ഒരു കാര്യം, മെൻസ് കമ്മീഷൻ വേണം എന്നുള്ള ഒരു കാര്യം ഞാൻ ശരിക്കും അതിനെ അനുകൂലിക്കുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ വുമൻസിന് ഏറ്റവും കൂടുതൽ പ്രിവിലേജ് ഉള്ളത് വുമൻസിനാണ്. പക്ഷെ അത് ഏറ്റവും കൂടുതൽ മിസ്യൂസ് ചെയ്യാനുള്ള ചാൻസസും കൂടുതലാണ്. ഇഷ്ടംപോലെ കേസസ് അങ്ങനെ ഉണ്ട്. മിസ്യൂസ് ചെയ്യുന്ന, അതായത് വ്യക്തിവൈരാഗ്യങ്ങൾ വെച്ചിട്ട് മിസ്യൂസ് ചെയ്യുന്ന കേസസ് ഇഷ്ടം പോലെ ഉണ്ട്. വുമൻസിന് പ്രിവിലേജ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് അത് മിസ്യൂസ് ചെയ്യാനുള്ള ഒരു വെപ്പൺ അല്ല. അത് നിയമം എന്ന് പറയണത് നമുക്ക് വെപ്പൺ അല്ല. ഒരാൾക്കെതിരെ ചെയ്യാനുള്ള ഒരു വെപ്പൺ അല്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. പണ്ടത്തെ കാലങ്ങളിൽ ഇങ്ങനെ സ്ത്രീകൾക്ക് നേരെയുള്ള അബ്യൂസസ് കൂടിക്കൂടി വന്നൊരു സമയം ഉണ്ടായിരുന്നു. പക്ഷെ ഇത് കാലാകാലം മാറും തോറും സ്ത്രീകൾക്കെതിരെ വന്നോ, ഇതെന്താ ആ ആള് തന്നെയാണ് പ്രതി എന്നൊരു സാധനമാണ് അവിടെ. ഇതെന്താ ഈ തെളിവ് നോക്കുന്നില്ല, ആ കേസ് അന്വേഷിക്കുന്നില്ല. കേസ് അന്വേഷിക്കുന്നതിന് മുന്നേ ആൾക്കാർ ആ ഒരു വ്യക്തിയെ ചാപ്പ കുത്തുവാണ്, അയാളാണ് ഒരു കുറ്റക്കാരൻ. അത് നമ്മൾ കാലാകാലങ്ങളായിട്ട് ഇപ്പൊ കണ്ടുവരുവാണ്. ജഡ്ജ് ചെയ്യുവാണ്. ഓക്കെ, പെണ്ണിന് നേരെയാണോ എന്നാ പുരുഷൻ മോശമാണ് എന്നുള്ളൊരു സാധനം വരെയാണ്. എന്താ സ്ത്രീകളെല്ലാരും നല്ലവരല്ല, ഇതുപോലെ മോശക്കാരായിട്ടുള്ള സ്ത്രീകളും ഉണ്ട്, പുരുഷന്മാരും ഉണ്ട്. ഇത് എല്ലാ ജെൻഡേഴ്സിലും ഉള്ളൊരു കാര്യമാണ്. വ്യക്തിവൈരാഗ്യമാണ് കുറെ തീർക്കാൻ യൂസ് ചെയ്യുന്നത്. വ്യക്തിവൈരാഗ്യം തീർക്കാൻ യൂസ് ചെയ്യുന്നുണ്ട് ഈ ഒരു പ്രിവിലേജ് എന്ന് പറയുന്ന. ഒരു ആണ് അല്ലെങ്കിൽ ഒരു ആണൊന്ന് നോക്കി എന്നും പറഞ്ഞിട്ട് ഉടനെ തന്നെ, അല്ലെങ്കിൽ ഒരു ഫോട്ടോ എടുത്തു എന്ന് പറഞ്ഞിട്ട് ഉടനെ തന്നെ അവരുടെ വേറെ പാട്ടൊന്നുമല്ല, ജസ്റ്റ് ഒരു ഫോട്ടോ എടുത്തു എന്ന് പറഞ്ഞിട്ട് ഉടനെ തന്നെ അത് കേസായിട്ട് കൊണ്ട് കൊടുക്കുന്ന പെൺപിള്ളേരും ഉണ്ട് നമ്മുടെ സൊസൈറ്റിയിൽ. അവരുടെ സ്വകാര്യ ഫോട്ടോസ് അല്ല, അവരുടെ അനുവാദം ഇല്ലാതെ ഫോട്ടോ എടുക്കുന്ന കാര്യമാണോ? അനുവാദമില്ല എന്ന് പറഞ്ഞിട്ട് ദൂരെ നിന്ന് ഒരു ഫോട്ടോസ് പോലും എടുത്തു കഴിഞ്ഞാൽ അത് ഉടനെ പെൺകുട്ടികളുടെ എന്നല്ല, അത് ഞാൻ എൻ്റെ ഒരു അഭിപ്രായമാണ്. പെണ്ണിനായാലും ആണിനായാലും അവരവരുടെ അനുവാദം ഇല്ലാതെ ഫോട്ടോ എടുക്കാന്നുള്ളത് അതൊക്കെയാണ്. പക്ഷേ ഏറ്റവും അതുകൊണ്ട് എന്നുള്ളതല്ല, പക്ഷെ അത് ഏറ്റവും കൂടുതൽ വിമൻസ് ആണ് അത് ചെയ്യുന്നത്. അത് ഒരു വ്യക്തികളുടെ ഒരു ഇതാണ്. ലൈക്ക് അവർക്കത് ചിലപ്പോൾ ഇഷ്ടമല്ലെങ്കിൽ അത് ഇഷ്ടമല്ല, അത് പെണ്ണാണെങ്കിലും ആണാണെങ്കിലും. പക്ഷേ ഇതിപ്പോ നമ്മുടെ കേസസ് അങ്ങനെയല്ലല്ലോ. ഇപ്പോ സ്ത്രീധനത്തിന്റെ പേരിലുള്ള പീഡനം എന്ന ഫേക്ക് ആയിട്ടുള്ള കേസ് കൊടുക്കും. ചിലപ്പോ ആ ഫാമിലിയിൽ ഒന്നും ഉണ്ടാവില്ല. ചിലപ്പോ പറഞ്ഞാണ്, നോർമലി എല്ലാവരും പെൺപിള്ളേരുടെ വീട്ടിൽ സംസാരിക്കുന്ന പോലെ ചിലപ്പോ പറഞ്ഞാണ്, നീ അവിടെ ഒന്ന് അടിച്ചു വാര, അല്ലെങ്കിൽ നീ ഇതൊന്ന് കുക്ക് ചെയ്യുക, ഇതൊന്ന് ചിലപ്പോ അതായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക. ഉടനെ തന്നെ അത് പീഡനമാക്കി എടുക്കുവാണ് പലരും ചെയ്യുന്നത്. അതിന് താല്പര്യം ഇല്ലെങ്കിൽ അത് ചെയ്യാണ്ടിരിക്കുക. അത് ഒരിക്കലും ലൈക്ക് അവർക്ക് അത് ചെയ്യാൻ ഇഷ്ടമല്ലെങ്കിൽ ചെയ്യാണ്ടിരിക്കുക. അത് ആരുടെയും റൈറ്റ്, ലൈക്ക് അവരുടെ റൈറ്റ് ആണ് അത് ചെയ്യാതിരിക്കുക എന്നുള്ളത്. സ്ത്രീകളെ തന്നെ അത് ചെയ്യണം അങ്ങനെയൊന്നും ഇല്ല. അപ്പൊ അതൊക്കെ കാലം മാറിയല്ലോ. അപ്പൊ ആ ഒരു രീതിക്ക് മുന്നോട്ട് ഇതിന് വേറൊരു കേസ് കൊടുക്കാന്നുള്ളത് ഭയങ്കര മോശമുള്ളൊരു കാര്യം തന്നെ. എതിരായിട്ട് ഇത് നിങ്ങൾക്ക് വ്യക്തിപരമായിട്ട് അമ്മായിയമ്മയോടോ ഭർത്താവിനോടോ എന്തെങ്കിലും ദേഷ്യം ഉണ്ടെങ്കിൽ അത് പീഡന കേസിനൊക്കെ കൊടുത്താലുള്ള പ്രശ്നം അവിടെ ഒരു നിരപരാധിക്കുള്ള ഇത് മാത്രമല്ല, നമുക്ക് നാളെ ഒരു നീതി കിട്ടത്തില്ല. മറ്റൊരു കേസ് വരുമ്പോൾ ഇതൊരു ഫേക്ക് ആണോ എന്നുള്ളൊരു ഡൗട്ട് പലർക്കും വരാം. അത് തെറ്റ് പറയാനും പറ്റാത്ത അവസ്ഥയാവും. എന്നാൽ അത് ഫേക്ക് അല്ലാത്ത പക്ഷം ആ പെൺകുട്ടിക്കും അത് ഭയങ്കര ഒരു വേദന ഉണ്ടാക്കുന്ന ഒരു കാര്യമായിരിക്കും. അതെ, ഇപ്പോ ഒരു ബിഗ് ബോസിൽ തന്നെ നടന്ന ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നിട്ടില്ലേ? ലക്ഷ്മി ഒന്നീൽ സാബുവിനെതിരെ പറഞ്ഞൊരു അലിഗേഷൻ ഉണ്ട്. ബേസിക്കലി ആ ലേഡി അവിടെ എന്താ നടന്നിരിക്കുന്നത് കണ്ടിട്ടില്ല.
അവിടെ എന്താ നടന്നിരിക്കുന്നത് ഇവർക്ക് അറിയില്ല. ദെൻ വൈ ഷുഡ് അവർ ഈ ഒനീലിന്റെ അടുത്ത് പോയി സംസാരിച്ചു. അത് പല ആത്മഹത്യകളിലേക്കും ഈ ഒരു അലിഗേഷൻ എന്ന് പറയുന്നത്, പ്രത്യേകിച്ച് ഒരു പെണ്ണ് കേസ് എന്ന് പറയുന്നത് അത്ര വലിയ നല്ലൊരു കാര്യമല്ല. അത് എല്ലാവർക്കും അംഗീകരിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. അത് ആണുങ്ങളുടെ സൈഡിൽ നിന്ന് ചിന്തിച്ചു നോക്കുക, അവർക്കും ഈ ഡിപ്രഷൻസും കാര്യങ്ങളും എല്ലാം ഉണ്ട്. ഓൺലി വുമൻസിന് മാത്രമല്ല ഈ ഡിപ്രഷൻസ്. ഇത് പറഞ്ഞ ഉടനെ എല്ലാരും ചാടിക്കേറി പറയുന്ന ഒരു കാര്യം അതാണ്. ഓക്കെ, ആ എന്നുവെച്ചാൽ അത് കറക്റ്റ് കേസാണോ ഒന്നും അറിയില്ല. ചിലപ്പോൾ ഫേക്ക് ആയിരിക്കാം, അല്ലെങ്കിൽ ആരാന്നറിയില്ലായിരിക്കാം, വേറെ ആരെങ്കിലും ആയിരിക്കാം. പക്ഷെ അത് തെളിയിക്കുന്നതിന് മുന്നേ തന്നെ ഈ ആള് അവിടെ ഒരു മോശക്കാരനാവുകയാണ്. ഈ പറയുന്ന ആൾക്കുണ്ട് ഈ മെന്റലി ഉള്ള ഇവർക്കും ഉണ്ടല്ലോ മാനസികാവസ്ഥ മാറും അവർക്കും. ഈ പെൺകുട്ടി എങ്ങനെയാണോ അവരുടെ ഫാമിലി ഉണ്ട്, ഒരു ആണാണെന്നും പറഞ്ഞുകൊണ്ട് എല്ലാം സഹിച്ചുകൊണ്ട് നിൽക്കേണ്ട ഒരാവശ്യമില്ല. അവർക്ക് ഒരു ഫാമിലി ഉണ്ട്, അവർക്ക് സൊസൈറ്റിയുടെ മുമ്പിൽ ഇറങ്ങി നടക്കണം. ആദ്യം ഈ ഒരു അലിഗേഷൻ വന്നു കഴിഞ്ഞിട്ട് അതിനുശേഷം അയാളെ കുറ്റപ്പെടുത്തി എല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് ഈ രണ്ടാമത് അത് ശരിയാണോ തെറ്റാണോ എന്ന് അന്വേഷിക്കുള്ളൂ. അതിന് മുന്നേ തന്നെ സോഷ്യൽ മീഡിയാസിലും അത് മൗത്ത് പബ്ലിസിറ്റി എല്ലാം ആയി കാണും. അപ്പൊ ആ ഒരു സമയത്ത് ആ ഒരു അത്ര 2 മണിക്കൂറാണെങ്കിലും 3 മണിക്കൂറാണെങ്കിലും ആ ഒരു ആണ് അനുഭവിക്കുന്ന ഒരു വേദനയുണ്ട് അവിടെ. അതാർക്കും തന്നെ മനസ്സിലാക്കുന്നില്ല എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. അങ്ങനത്തെ ഒരുപാട് കേസസ് ഉണ്ട്. ഒരു പയ്യൻ മൈനർ ആയിട്ടുള്ളൊരു പെൺകുട്ടിയെ ഗർഭിണിയാക്കി എന്നുള്ളൊരു കേസിൽ അവൻ അകത്തായി. പക്ഷെ എത്രയോ നാൾ അവൻ അതിനകത്ത് കിടന്നിട്ടാണ്, അവൻ നിരപരാധിയാണെന്ന് അവൻ പറയുന്നുണ്ട്. പക്ഷെ ഒരുപാട് നാൾ അത് കഴിഞ്ഞിട്ടാണ് ഇവർ DNA ടെസ്റ്റ് ചെയ്യുന്നത്. അത്രയും നാളും ആ കുട്ടി അതിനകത്ത് അനുഭവിച്ച ഒരു മാനസികാവസ്ഥ എന്നാലോചിക്കുക. അത്രയും അവനും ഒരു ചെറിയ പയ്യനാണ്, 18 വയസ്സിന് മുകളിൽ, അത്രേ ഉള്ളൂ. അപ്പൊ അവനല്ല ആ കുട്ടിയുടെ അച്ഛൻ എന്ന് തെളിയിക്കപ്പെട്ടു. അപ്പൊ ആ കുട്ടി അനുഭവിച്ചൊരു ആണായത് ജനിച്ചതിന് അവനപ്പൊ എന്ത് വിഷമിച്ചിട്ടുണ്ടാവും. പലപ്പോഴും നമ്മൾ പറയാറുണ്ട് സ്ത്രീയായി ജനിക്കണ്ടായിരുന്നു എന്ന്, ഈ പീഡനങ്ങളും കാര്യങ്ങളും വരുമ്പോ. അപ്പൊ ഇങ്ങനത്തെ കേസസ് വരുമ്പോ പുരുഷന്മാര് ഇതേ ചിന്ത ജയിലിൽ കിടന്ന ആ കുട്ടി ആലോചിച്ചിട്ടുണ്ടാവും അവന്റെ ജനനത്തില്. അത് പേടിയാ. കാരണം എന്താ വെച്ചാൽ ഒന്ന് തൊട്ട് കഴിഞ്ഞാൽ എന്താ കേസ് വരുന്നതെന്ന് പറയാൻ പറ്റില്ല. ഒന്ന് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താ കേസ് വരുന്നതെന്ന് ഒന്നും പറയാൻ പറ്റില്ല. ആയിട്ടുള്ള കേസിന് നീതി കിട്ടില്ല, അതാണ് നമുക്കൊരു പേടി. ഇപ്പൊ നമ്മൾ ആക്ച്വലി കോമഡി ആയിട്ട് പറയും, കാരണം ദൈവമേ നോക്കണ്ട അപ്പൊ തന്നെ പിടിച്ചകത്തിടും എന്നൊക്കെ പറയും. പക്ഷെ ബേസിക്കലി ഇറ്റ്സ് എ സീരിയസ് മാറ്റർ. ശരിക്കും അത് സീരിയസ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. പിന്നെ ഉള്ളൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടുപേരുടെ സമ്മതപ്രകാരം ലൈംഗിക ബന്ധത്തില് സെക്ഷൽ ആക്ടിവിറ്റീസിൽ ഏർപ്പെട്ടിട്ട് അതിനുശേഷം വന്നിട്ട് അവനെ ബ്രേക്കപ്പ് ആയി കഴിയുമ്പോൾ അവൻ എന്നെ പീഡിപ്പിച്ചു എന്ന് പറയുന്ന ഒരു കാര്യത്തിൽ എന്ത് വസ്തുതയുണ്ട്? എനിക്കത് മനസ്സിലാവുന്നില്ല. വിവാഹ വാഗ്ദാനം നൽകിയിട്ടാണ് എങ്കിലും അപ്പോ അതൊക്കെ ഓരോരുത്തരുടെ ചിന്തയാണ്. ഒരു വിവാഹ വാഗ്ദാനം ഒരു പെൺകുട്ടിക്ക് കൊടുക്കുകയാണ്, കല്യാണം കഴിച്ചിരിക്കും, എന്നിട്ട് ആ ഒരു സെക്സ് ചെയ്യാൻ വേണ്ടി മാത്രം ആ പെൺകുട്ടിയെ അപ്രോച്ച് ചെയ്യുന്ന പുരുഷനാണെങ്കിൽ ഓക്കെ, ലൈക് ചിന്ത വേറെയാണ്. അതിന് അവർക്ക് കേസ് എടുക്കാൻ ബലാത്സംഗ കേസേ ഉള്ളൂ എന്നുള്ളൊരു ഇതുള്ളത് കൊണ്ടാണ്. പക്ഷെ ഇതല്ലല്ലോ, അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. അതിനായിട്ട് അപ്രോച്ച് ചെയ്യുന്ന ബോയ്സിന് നമുക്ക് മനസ്സിലാവും. അതായത് ആൾക്കിതൊരു സ്ഥിരം പരിപാടി ആണെങ്കിൽ, മനസ്സിലായില്ലേ? ഇപ്പൊ ഒരു പെൺകുട്ടിയുടെ അടുത്ത് വന്നിട്ട് അതിനു വേണ്ടി ഇറങ്ങുമ്പോ ഇപ്പൊ ഒരാളുടെ കൂടെ നമ്മൾ പോകുമ്പോ 2 പ്രാവശ്യം ചിന്തിക്കാന്നുള്ളതും അങ്ങനെ പറയാൻ നമുക്ക് പറ്റില്ല. നമ്മൾ സ്നേഹിക്കുന്ന ആള് നമ്മളിപ്പോ ഒരാളെ കണ്ണടച്ച് സ്നേഹിക്കുന്നത് എന്തുകൊണ്ട്? അതൊരു മിസ്റ്റേക്ക് അല്ലേ? നമ്മളിപ്പോ ഏറ്റവും കൂടുതൽ പറയുന്ന ഒരു കാര്യം, നമ്മളിപ്പോ ഏറ്റവും കൂടുതൽ കേൾക്കുന്ന ഒരു കാര്യം ഇതുപോലത്തെ കാര്യങ്ങൾ തന്നെയാണ്. അല്ല, നമ്മളിപ്പോ നമ്മുടെ ഏറ്റവും ആണിനെ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഇല്ലാന്ന് പറയാൻ പറ്റുമോ? എന്താ പറയാ, പറ്റിക്കാൻ എളുപ്പമല്ലേ? പറ്റിക്കാൻ എളുപ്പമുള്ള ആൾക്കാരില്ലേ ഈ ലോകത്ത്? എല്ലാരും നമ്മളെ പോലെ ബോൾഡ് ആവണമെന്നില്ല. പറ്റിക്കപ്പെടാന്ന് പറഞ്ഞത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ബുദ്ധി ഇല്ലാത്തതിന്റെ പ്രശ്നങ്ങളാണ്. അങ്ങനെ നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. ഇപ്പൊ നമ്മളെല്ലാ ജനങ്ങളും ബോൾഡ് ആണോ? അല്ല, ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ ഇത്രയും സോഷ്യൽ മീഡിയാസ് ഉണ്ട്, ഇത്രയും പ്ലാറ്റ്ഫോംസ് ഉണ്ട്, നമ്മൾ ഡെയിലി കേട്ടോണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. നമ്മൾ കേട്ടോണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. എന്നിട്ടും അതിനെ പറ്റിയിട്ട് ബോധമില്ല എന്ന് പറഞ്ഞു കഴിയുമ്പോ അതെങ്ങനെ നമ്മൾ പറയും? ഞാൻ ചോദിക്കുന്ന, രണ്ടുപേര് തമ്മിൽ റിലേഷനിലായി, അവര് നല്ല സ്നേഹത്തിലാണ്, ആ പയ്യൻ നല്ല രീതിക്കാണ് അവളെ ട്രീറ്റ് ചെയ്യുന്നത്, പക്ഷെ അവന്റെ ഉദ്ദേശം അതല്ല.
എങ്ങനെ നമ്മളിപ്പോ അറിയും? സൂര്യ നേരത്തെ പറഞ്ഞത് ഇതിനു വേണ്ടി തന്നെ നടക്കുന്നത്, അതായത് അപ്പൊ അയാൾ ഇതിനു മുന്നേ വേറെ പോയിട്ടുണ്ടാവില്ലേ? അത് ഇങ്ങനെ അറിയും. ഇപ്പൊ കളങ്കാവലില് നമ്മൾ കണ്ടില്ലേ, അതുപോലെയാണ് ഞാൻ ഉദ്ദേശിച്ചത്. ആളുടെ ബാക്ക്ഗ്രൗണ്ടിലേക്ക് ആള് നേരത്തെ റിലേഷനിലാണോ എന്ന് ആള് വായാലെ പറയുന്നത് നമുക്ക് അറിയാൻ പറ്റുള്ളൂ. നമ്മൾ സ്നേഹിക്കുന്ന ആളെ നമ്മൾ ബ്ലൈൻഡ്ലി ഇഷ്ടപ്പെടും മോസ്റ്റ് ഓഫ് ദ കേസസും. ഇപ്പൊ നമ്മുടെ റിലേഷൻസ് എല്ലാവരും എടുത്ത് നോക്കിയാലും നമ്മുടെ ബോയ് ഫ്രണ്ട് ലെജിറ്റ് ആണ്, ലൈക്ക് നമ്മുടെ ബോയ് ഫ്രണ്ട് എന്താ ഒരു ട്രൂ ആയിട്ടുള്ള ആളാണ് നമ്മുടെ കണ്ണില്. പക്ഷെ നമുക്കത് നമ്മൾ അത്ര ഇഷ്ടപ്പെടുന്നോണ്ടാണ്. എപ്പോഴാണ് ആള് ചേഞ്ച് ആവുക, അത് ആൾക്ക് ലക്ഷ്യത്തിൽ എത്തുമ്പോഴാണ് ചേഞ്ച് ആവുന്നതെങ്കിലോ. നമുക്ക് ഒരുപാട് അങ്ങ് പെണ്ണായാലും, ഇങ്ങനെ ഇപ്പൊ പെണ്ണിന്റെ കേസായാലും ആണിന്റെ കേസായാലും പറയുന്നതാണ്. ഇപ്പം ഒരുപാട് പയ്യന്മാരെ പൈസക്ക് തട്ടിപ്പ് നടത്തുന്നുണ്ട് പ്രേമിച്ചിട്ട്. അവിടെ ഞാൻ ഉദ്ദേശിക്കുന്നത് ഈ രണ്ടുപേരെ കുറ്റം പറയുന്നതല്ല, നമ്മുടെ എല്ലാവരും പല മെന്റലി ഇതുള്ള ആൾക്കാരാണ്. ലൈക്ക് പാവമായിട്ടുള്ള കുറെ കുട്ടികളുണ്ട് ഈ ലോകത്ത്, ബോൾഡ് ആയിട്ടുള്ളവരുണ്ട്. നമ്മൾ ബോൾഡ് ആയിട്ടുള്ളവർക്ക് ചിലപ്പം ക്രൂക്കഡ് മൈൻഡ് ആയിട്ടുള്ള ആൾക്കാരെ മനസ്സിലാവുമായിരിക്കാം, പക്ഷെ എല്ലാവരും അങ്ങനെ ആവണമെന്നില്ല. കളങ്കരായിരിക്കാം. അതെ, നമ്മളെ ഒരാൾ പറ്റിക്കണം എന്നുണ്ടെങ്കിൽ അത് നമ്മൾ തന്നെ വിചാരിച്ചാലേ നടക്കുള്ളൂ. അത് ആണ്. അപ്പൊ നമ്മള് റേപ്പ് കേസസിലും അങ്ങനെ പറഞ്ഞ് അങ്ങ് മാറ്റി നിർത്തി. റേപ്പ് കേസസ് അങ്ങനെയല്ല. ഞാൻ ചോദിക്കട്ടെ, ഈ റേപ്പ് കേസസും അതായത് രണ്ടുപേരുടെ കൺസേൺ കൂടെ ചെയ്യുന്നത് എങ്ങനെ ഇതാവും? അത് ചീറ്റിംഗ് ആണ്. അതായത് ഒരാളെ കൺവിൻസ് ചെയ്ത് വേറൊരു മാനിപ്പുലേറ്റ് ചെയ്തിട്ട് ആളുമായിട്ട് ഫിസിക്കൽ റിലേഷൻഷിപ്പിലായി. അപ്പം എല്ലാരും എന്താ ഇപ്പൊ ഓൾമോസ്റ്റ് എല്ലാം അത് നോർമലാണ്. ലൈക്ക് റിലേഷനുള്ളവർ തമ്മിൽ ഫിസിക്കൽ ആവണോ വേണ്ടെന്നുള്ളത് അവരുടെ ഇഷ്ടമാണ്. പക്ഷെ ഞാൻ ഉദ്ദേശിച്ചത് അത് കഴിഞ്ഞിട്ട് ഈ ആള് വേറെയും പെൺകുട്ടികളൂടെ പോകുന്നുണ്ടെങ്കിൽ ഉള്ള കേസസ് ആണ് ഞാൻ ഉദ്ദേശിച്ചത്. അങ്ങനെ പോകുന്നുണ്ടെങ്കിൽ ആ കുട്ടിയെ നമുക്ക് കുറ്റം പറയാൻ പറ്റുമോ? ലൈക്ക് ആ കുട്ടി ഇഷ്ടപ്പെടുന്ന ഒരാളുടെ കൂടെയാണ് ഫിസിക്കൽ റിലേഷൻഷിപ്പ് ആയത്, പക്ഷെ അവൻ അവളെ അത് അവരുടെ ഇഷ്ടമല്ലേ ഞാൻ ചോദിക്കുന്നത്. ഏതൊരു റിലേഷൻഷിപ്പ് ആയാലും അത് അവരുടെ ഇഷ്ടമാണ്. വേണ്ടാന്ന് പറയാൻ അവർക്ക് റൈറ്റ് ഉണ്ട്, ഇല്ലാന്ന് പറയാനും റൈറ്റ് ഉണ്ട്. പക്ഷെ രണ്ടുപേരുടെ കൺസെന്റിലാണ് അവിടെ നടക്കുന്നത്. പക്ഷെ ചീറ്റിംഗ് അല്ലേ ഇപ്പൊ ലൈക്ക് അവിഹിതമൊക്കെ പോലെ, അതേ ഞാൻ ഉദ്ദേശിച്ചതുള്ളൂ. പക്ഷേ നമ്മളിപ്പോ ഇവിടെ പറഞ്ഞു വന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ എന്താ, രണ്ടുപേരും റിലേഷനിലായിരിക്കെ ഫിസിക്കൽ റിലേഷൻഷിപ്പിലായിട്ട് അവർ നോർമലി ഒരു ബ്രേക്കപ്പ്, മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിൽ ബ്രേക്കപ്പ് ആയതിനു ശേഷം ഈ പയ്യന് നേരെ റേപ്പ് കേസ് കൊടുക്കുന്നത് ആണ് തെറ്റെന്ന് പറയുന്നത് ഇവിടെ. അല്ലാത്ത പക്ഷം ഞാൻ പറഞ്ഞൊരു കാര്യം ഞാൻ വേറെയാണ്. ഓക്കെ, ഞാനിപ്പോ നേരത്തെ പറഞ്ഞതും ഇതും തമ്മിൽ ഡിഫറൻസ് ഉണ്ട്. അങ്ങനെ ആണെങ്കിൽ അതിൽ തെറ്റില്ല, അത് ആ കുട്ടിയുടെ ഭാഗത്തൊരു ന്യായം ഉണ്ട്. ഇത് അങ്ങനെയല്ല, ഈ പയ്യന്റെ ഭാഗത്ത് തന്നെയാണ് ന്യായം കേസ് കൊടുക്കുന്നത്. സോ ഇതുപോലത്തെ വേറെ കേസസ് ഉണ്ട്. ഇപ്പോ പ്യൂൺ, ഇപ്പം ഈയിടയ്ക്ക് ഒരു സ്കൂളില് ഒരു പ്യൂൺ, ആ ചേട്ടനെതിരെ ഒരു കൊച്ചല്ലേ ആ സ്കൂളിൽ സ്റ്റുഡന്റ് കാമുകന്റെ വാക്കും കേട്ട് കേസ് കൊടുത്തു. അത് പിന്നീടാണ് ഒരുപാട് കൊല്ലം, വർഷത്തിന് ശേഷമല്ലേ, ശേഷമാണ് തെളിയുന്നത് ആളങ്ങനെ ചെയ്തിട്ടില്ല, ആ കുട്ടിക്ക് അങ്ങനെ ഒരു കാര്യമേ നടന്നിട്ടില്ല. കാമുകന്റെ വാക്ക് കേട്ട് ചുമ്മാ ഒരു ഫേക്ക് ആയിട്ടുള്ള കേസ് കൊടുത്തു, വൈരാഗ്യത്തിന്റെ പുറത്ത്. അതെ, അത് ആ പുള്ളിക്ക് ഒരു മകളുണ്ട്. അപ്പോൾ ഈ പുള്ളി പറയുന്നുണ്ട് ആ കുട്ടിക്ക് പ്രായത്തിന്റെ ഒരു അറിവില്ലായ്മ കൊണ്ടാണ് ഇങ്ങനെ നടന്നത്, അതുകൊണ്ട് എനിക്ക് ദേഷ്യമൊന്നും ഇല്ലാന്ന്. ആ ഒരു മനസ്സും നമുക്ക് സമ്മതിച്ചു കൊടുത്തേ പറ്റത്തുള്ളൂ. പക്ഷെ ആ മനസ്സ് കാരണം കൊണ്ടാണ് പലതും കൂടെ ഒന്നും നടക്കാതിരിക്കുന്ന നിയമം അവർക്കെതിരെ പോവാത്തത്. യെസ്, സോ ഇങ്ങനത്തെ ഫേക്ക് ആയിട്ടുള്ള കാര്യങ്ങൾ നിർത്തുവാണെങ്കിൽ നമുക്ക് ട്രൂ ആയിട്ടുള്ളൊരു ഇത് നടക്കുമ്പോൾ നമുക്കതിന് നീതി കിട്ടും. ഇനി അല്ലെങ്കിൽ ഇപ്പം വരുന്ന പോലെ ഒരു കുട്ടിക്ക് അബ്യൂസ് നടക്കുമ്പം ആൾക്കാർ ചോദ്യം ചെയ്യും, ഇത് ഒറിജിനൽ ആണോ, ഇങ്ങനെയൊക്കെ നടന്നിട്ടുണ്ടോ എന്ന് ഡൗട്ട് വരും. അവിടെ നിങ്ങൾക്ക് ഹേർട്ടായിട്ട് കാര്യമില്ല. സോ പുരുഷ കമ്മീഷൻ വരുന്നത് എന്തുകൊണ്ടും നല്ലതായിരിക്കാം.